ഇപ്പോൾ പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് നമ്മുടെ കേരളവുമാണ്. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പ്രമേഹ രോഗം ഇല്ല എന്ന് കേൾക്കുമ്പോഴാണ് പലർക്കും അത്ഭുതം തോന്നുന്നത്. മാത്രമല്ല, അമിതവണ്ണമുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏകദേശം 40% പേരാണ്. പ്രമേഹ രോഗം ഇങ്ങനെ വർദ്ധിക്കുന്ന സമയത്ത് പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങളുടെ ചില ദുശീലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രമേഹ രോഗം വല്ലാതെ വർദ്ധിക്കുന്നതിനും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രമേഹ രോഗികൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടമാണ്. വെള്ളം പ്രോപ്പറായിട്ട് ചെന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഡൈജഷന് പ്രോബ്ലം വരികയും നിങ്ങളുടെ വൃക്കകൾക്ക് കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വൃക്കയുടെ ആരോഗ്യം കൂടുതൽ വളരെ പെട്ടെന്ന് താളം തരുന്നതിന് കാരണമാകുന്നു. രണ്ടാമത്തത്, പലപ്പോഴും നിങ്ങൾ 3 നേരം ഉയർന്ന അളവിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ പ്രമേഹ രോഗികൾ ചെയ്യരുത്. കാരണം ഉയർന്ന അളവിൽ നിങ്ങൾ ഭക്ഷണം വയറ് നിറയെ കഴിക്കുന്ന ഒരു ശീലം വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ രക്തത്തിൽ ഷുഗർ സ്പൈക്സ്, അതായത് രക്തം വളരെ പെട്ടെന്ന് ഷുഗർ ഉയരുന്നതിന് കാരണമാകുകയും ഇത് നിങ്ങളുടെ പാൻക്രിയാസിന്റെ പ്രവർത്തനം വീണ്ടും കൂടുതൽ മോശമാകാൻ കാരണമാകുകയും ചെയ്യും. പ്രമേഹ രോഗികൾ ഒരു ദിവസം 5 മുതൽ 6 തവണയായിട്ട് ചെറിയ അളവ് വേണം ഭക്ഷണം കഴിക്കാൻ. മൂന്നാമത്തത്, ഉറക്കമില്ലാത്ത ജീവിത രീതി. പ്രത്യേകിച്ച് നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നവരാണെങ്കിൽ അപകടകരമാണ്. നിങ്ങൾക്ക് ഷുഗർ ലെവൽ ഉയരുന്നതിനും നിങ്ങളുടെ പ്രതിരോധ ശേഷി തന്നെ താളം തെറ്റി പോകുന്നതിനും കാരണമാകുകയും ചെയ്യും. നാലാമത്തത്, നിങ്ങൾ ആവശ്യത്തിന് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിക്കുന്നില്ല. പലപ്പോഴും വിശപ്പിന് വേണ്ടി എന്തെങ്കിലും കഴിച്ച് വിശപ്പ് മാറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് അപകടകരമാണ്. പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്കാണ് കൂടുതൽ ഇത് അഫക്ട് ചെയ്യുന്നത്. മീന്, ഇറച്ചി, മുട്ട പോലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇത് നിങ്ങളുടെ പാൻക്രിയാസിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ താളം തെറ്റിക്കും. വെജിറ്റേറിയൻസ് ആണെങ്കിൽ പയറ്, കടല, പരിപ്പ് പോലുള്ളവ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അഞ്ചാമത്തത്, നിങ്ങൾ പലപ്പോഴും ഒരു നേരം പട്ടിണി കിടക്കും. ഇപ്പൊ രാത്രി ഒരു നേരം പട്ടിണി കിടന്നാൽ ഷുഗർ അത്രയും കുറയുമല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ ഇത് നിങ്ങളുടെ മെറ്റബോളിസത്തിനെ താളം തെറ്റിക്കുകയും ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്ത് അടുത്ത നേരം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നിങ്ങളുടെ രക്തത്തിൽ ഷുഗർ സ്പൈക്ക് വരുന്നതിനും നിങ്ങൾക്ക് ഷുഗർ പെട്ടെന്ന് കൂടുന്നതിനും നിങ്ങളുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം താളം തെറ്റിക്കുന്നതിനും കാരണമാകും. എല്ലാ പ്രമേഹ രോഗികളുടെയും അമിതവണ്ണമുള്ളവരുടെ അറിവിലേക്കായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യും.